എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 6th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 9th ചാപ്റ്ററാണ്. ഇതൊരു ഗദ്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഗദ്യത്തിൽ സംസ്മരൺ, പ്ലേ, സ്റ്റോറീസ്, ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് അങ്ങനെ കുറേ തരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഇത് ഒരു സ്റ്റോറിയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ടിക്കറ്റ് ആൽബം. ഇത് എഴുതിയിരിക്കുന്നത് സുന്ദര രാമസ്വാമിയാണ് തമിഴിൽ. പക്ഷേ ഇത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സുമതി അയ്യറാണ്. ടിക്കറ്റ് എന്ന് വെച്ചാൽ ബസ് ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റോ സിനിമ ടിക്കറ്റോ ഒന്നുമല്ല, സ്റ്റാമ്പ്, പോസ്റ്റൽ സ്റ്റാമ്പ്സ് കേട്ടോ. ഹിന്ദിയിൽ ടിക്കറ്റ് എന്ന് വെച്ചാൽ പോസ്റ്റൽ സ്റ്റാമ്പ്സ് ആണ്. മറ്റേ ടിക്കറ്റിനും പറയും, അങ്ങനെയല്ല, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഈ പോസ്റ്റൽ സ്റ്റാമ്പ്സിൻ്റെ യൂസേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു കവർ ഇനിയൊരു സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്തേക്കൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിൽ 5, 10, 15 അങ്ങനെ പല വിലയുടെ വരും സ്റ്റാമ്പ്സ് ഒട്ടിക്കും. അതുപോലെ എല്ലാ കൺട്രികൾക്കും, എല്ലാ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റാമ്പുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോസ്റ്റൽ യൂസിന് ഈ സ്റ്റാമ്പുകൾ ആവശ്യമാണ്. ഇത് ഒട്ടിച്ചിട്ടേ നമ്മൾ അയക്കാവൂ. അപ്പോൾ പണ്ടെല്ലാം കുറേ ആൾക്കാരുടെ ഹോബിയായിരുന്നു ഇങ്ങനെ സ്റ്റാമ്പുകൾ, പല കൺട്രിയിലുള്ള പല വിലയുടെ സ്റ്റാമ്പുകൾ അതെല്ലാം കളക്ട് ചെയ്ത് ആൽബം ആക്കണ അങ്ങനെ ഹോബിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുമായിരുന്നു ഇതിന്. ആക്ച്വലി കളക്ഷൻ ആൻഡ് സ്റ്റഡി ഓഫ് സ്റ്റാമ്പിന് ഫിലാറ്റലി എന്ന് പറയും. PHILATELY, ഫിലാറ്റലി എന്ന് പറയും. ഒരുപാട് ആൾക്കാർ ചെയ്യുമായിരുന്നു പണ്ട്. ഇപ്പോഴൊക്കെ കുറവായി, കാരണം നമുക്ക് എല്ലാ ലെറ്ററുകളും എല്ലാം ഓൺലൈനും ഇമെയിലൊക്കെ ആയിട്ട് ആയ സമയത്ത് ഇപ്പോൾ അതിൻ്റെയൊക്കെ യൂസേജ് കുറഞ്ഞു. എന്നാലും തീർത്തും ഇല്ലാതായിട്ടില്ല, ഇപ്പോഴും ഉണ്ട് സ്റ്റാമ്പുകൾ. അപ്പോൾ അങ്ങനൊരു സ്റ്റാമ്പ് കളക്ഷൻ്റെ പറ്റിയിട്ടാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ആൽബം, അതിനെ പറ്റിയിട്ട് കുട്ടികളുടെ ഒരു കഥയാണിത്. अब രാജപ്പ കോ കോയി നഹി പൂസ്ത. ഇപ്പം രാജപ്പയെ ആരും ചോദിക്കുന്നില്ല. രാജപ്പ അതിലൊരു കുട്ടിയാണ് കേട്ടോ. ഈ കഥയിലുള്ള ഒരു കുട്ടിയുടെ പേരാണ്. ആജ്കൽ സബ്കെ സബ് നാഗരാജൻ കോ ഘേരെ രഹത്തെ ഹെ. ഈയിടെയായിട്ട്, ആജ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയിടെയായിട്ട്, നൗ ഡേയ്സ് എന്ന് പറയില്ലേ, സബ്കെ സബ് എല്ലാവരും നാഗരാജൻ കോ ഘേരെ രഹത്തെ, നാഗരാജനെ വളഞ്ഞിരിക്കും, നാഗരാജൻ്റെ ചുറ്റും പോയിരിക്കും. ഘേർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും ഇരിക്കുക അല്ലെങ്കിൽ വളയുക എന്നൊക്കെ പറയില്ലേ, അതിനാണ്. നാഗരാജൻ ഘമണ്ഡി ഹോ ഗയാ ഹെ. അപ്പം നാഗരാജൻ ഭയങ്കര പ്രൗഡായി ഇപ്പോൾ. ഘമണ്ഡി എന്ന് പറഞ്ഞാൽ പ്രൗഡ്. രാജപ്പ സാരേ ലടുക്കോമേ കെഹത്ത ഫിർത്ത. അപ്പം അങ്ങനെ ആരാണ് പറയുക? രാജപ്പൻ അങ്ങനെ പറയുക. എല്ലാ ആൺകുട്ടികളുടെ ഇടയിൽ, ആ കുട്ടികളുടെ ഇടയിൽ രാജപ്പ ഇങ്ങനെ പറഞ്ഞ് നടക്കും. കറങ്ങുക, ഫിർന എന്ന് പറഞ്ഞാൽ കറങ്ങുക. पर लड़के भला कहाँ उसकी बातों पर ध्यान देते. പക്ഷെ അവനിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അവരൊന്നും ഇവൻ്റെ വർത്തമാനത്തിൽ ശ്രദ്ധിക്കാറില്ല. ഇവൻ പറയണതിൽ ഇപ്പം ശ്രദ്ധിക്കാറില്ല ആരും. നാഗരാജൻ കെ മാമാജി നെ സിംഗപ്പൂർ സെ ഏക് ആൽബം ഭിജവായാ താ. നാഗരാജൻ്റെ അമ്മാവൻ സിംഗപ്പൂരിൽ നിന്ന് ഒരു ആൽബം അയച്ചു കൊടുത്തു അവന്. വഹ ലടുക്കോ കോ ദിഖായ കർത്ത. അപ്പോൾ അതിനെ ഈ കുട്ടികൾക്കെല്ലാം കൊണ്ടുവന്ന് അവൻ കാണിച്ചു കൊടുക്കും. സുബഹ പെഹലി ഗണ്ടി കെ ബജനെ തക് സഭി ലടുക്കെ നാഗരാജൻ കോ ഘേർ കർ ആൽബം ദേക്കാ കർത്തെ. രാവിലെ പെഹലി ഗണ്ടി പറഞ്ഞാൽ ആദ്യത്തെ ബെല്ലടിച്ചാലല്ലേ ക്ലാസ്സിൽ പോകലും പഠിപ്പ് തുടങ്ങലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ ബെല്ലടിക്കുന്നത് വരെ, ഗണ്ടി ബജനെ തക്ക്, അതുവരെ സഭി ലടുക്കെ എല്ലാ ആൺകുട്ടികളും നാഗരാജൻ കോ ഘേർ കർ, നാഗരാജനെ വളഞ്ഞ് നാഗരാജൻ്റെ ചുറ്റും ആൽബം ദേക്കാ കർത്തെ, അവൻ്റെ ആൽബം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആദി ചുട്ടി കെ വക്ത് ബി ഉസ്കെ ആസ് പാസ് ലഡ്കോं का जमघट लगा रहता है. ആദി ചുട്ടി പറഞ്ഞാൽ ഇൻ്റർവെല്ലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ആദി ചുട്ടി, അല്ലാന്നുണ്ടെങ്കിൽ ലഞ്ച് സമയത്തോ അങ്ങനെയൊക്കെ. ആ സമയത്തും ഉസ്കെ ആസ്പാസ് അവൻ്റെ അടുത്തായിട്ട് തന്നെ ലഡ്കോങ്ക ആൺകുട്ടികളുടെ ജംഘട്ട് ലഗാരത്ത തിരക്കായിരിക്കും. അവരെല്ലാവരും അവൻ്റെ അടുത്ത് ഈ ആൽബം നോക്കാൻ വന്നിരിക്കുന്ന അർത്ഥം. ജംഘട്ട് എന്ന് വെച്ചാൽ ബാക്കിൽ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഏക് ജഗ ഇക്കട്ട ലോഗോं की भीड़ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത്, ഇക്കട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുക, ഗ്യാതറിങ്, ഒരു സ്ഥലത്ത് ആൾക്കാരുടെ ക്രൗഡ് കൂട്ടുകൂടി നിൽക്കുക, അതാണ്. ഇപ്പം പൊതുവെ ഒന്നുമില്ല, ആൾക്കൂട്ടം, ഗ്യാതറിങ്, അത്രേ ഉള്ളൂ. ജംഘട്ട് എന്ന് പറഞ്ഞാൽ കൈ ലോക് ടോലിയോമേ ഉസ്കെ ഘർ തക് ഹോവായേ. കുറേ ആൾക്കാരെന്താണ് ടോലിയോമേ, ടോലിയോ എന്ന് പറഞ്ഞാൽ ടീമായിട്ട്, പറഞ്ഞാൽ ഗ്യാങ് ആയിട്ട് എന്നൊക്കെ പറയില്ല, അങ്ങനെ അവൻ്റെ വീട് വരെ പോയിട്ട് വന്നു. നാഗരാജൻ ശാന്തിപൂർവക് സബിക്കോ അപ്ന ആൽബം ദിഖാത്ത. നാഗരാജൻ എന്താണ്, ശാന്തിപൂർവക്, ശാന്തമായിട്ട് അവൻ്റെ ആൽബം എല്ലാവർക്കും കാണിക്കുമായിരുന്നു. पर किसी को हाथ नहीं लगाने देता. പക്ഷെ ആരെയും അതിൽ കൈ വയ്ക്കാൻ സമ്മതിക്കില്ല. അവനവൻ്റെ അമ്മാമൻ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ ഈ ആൽബം നോക്കാനാണ് കുട്ടികൾ ഇവൻ്റെ ചുറ്റും കൂടുന്നതും ഇവൻ്റെ വീട് വരെ പോയിട്ട് വന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ കാണിച്ചു കൊടുക്കും, പക്ഷേ ആരെയും കൈ വയ്ക്കാൻ സമ്മതിക്കില്ല അതിൽ. അത് വൃത്തികേടാവുന്നു പറഞ്ഞിട്ട്.
एल्बम को गोद में रख लेता और एक एक पन्ना पलटता लड़के बस देखकर खुश होते അപ്പം എന്താ ചെയ്യണത് ആൽബംക്കോ ഗോദ് മേ രക്ത ഗോദ് എന്ന് പറഞ്ഞാൽ മടി ലാപ്പ് അപ്പം മടിയിൽ വെക്കും ആൽബത്തിനെ എന്നിട്ട് എന്ത് ചെയ്യും ഏക് ഏക് പന്ന പലട്ത്ത ഓരോരോ പേജ് മറിച്ച് കാണിച്ചു കൊടുക്കും പന്ന എന്ന് പറഞ്ഞാൽ പേജ് പലട്ടണ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പിംഗ് എന്ന് പറയില്ലേ മറിക്കുക തിരിക്കുക എന്നൊക്കെ പറയില്ല തന്നെയാണ് ലड़के बस देखकर खुश हो जाते കുട്ടികളത് നോക്കിക്കൊണ്ടിരുന്ന് സന്തോഷിക്കും और तो और कक्षा की लड़कियां भी उस एल्बम को देखने के लिए उत्सुक थी और तो और പറഞ്ഞാൽ അതും കൂടാണ്ട് കക്ഷാക്കി ലड़कियां ക്ലാസ്സിലെ പെൺകുട്ടികളും ഉസ് ആൽബം കോ ദേഖ്നെ കെ ലിയെ ആ ആൽബം കാണാൻ വേണ്ടിയിട്ട് ഉത്സുക് തി ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഉത്സുക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു പാർവതി ലड़कियों की അഗുവ ബനി പാർവതി ലड़कियों की കുട്ടികളുടെ അഗുവ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മുന്നിൽ ഞാൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് പോവില്ലേ മുന്നിൽ ധൈര്യത്തോടെ പോവില്ലേ അങ്ങനെ അഗുവ എന്ന് പറഞ്ഞാൽ അതാണ് ആകെ ജാനേവാലി പറഞ്ഞാൽ ഏറ്റവും മുന്നിൽ മുൻകൈ എടുത്ത് പോണ ആൾ അങ്ങനെ പാർവതി പോയി ഓർ ആൽബം ആഗ്നയായി ആൽബം ചോദിക്കാൻ തുടങ്ങി ലड़कियों വഹി തേജ് തരാർ മാനി ജാത്തി തി തേജ് തരാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ധൈര്യമൊക്കെ ഉള്ള എന്ന് പറയില്ലേ അങ്ങനെ ആ കുട്ടി ഒരു ധൈര്യമുള്ള കുട്ടിയായിരുന്നു ആ പെൺകുട്ടികളിൽ പാർവതി അപ്പോൾ ആ കുട്ടി അയച്ചു എല്ലാവരും നാഗരാജനെ കവർ ചടാക്കർ ആൽബം ഉസേ ദിയ അപ്പം നാഗരാജൻ എന്താ ചെയ്തത് അതിൽ കവർ ഒക്കെ ഇട്ടിട്ട് ആൽബം കൊടുത്തു അവൾക്ക് ഷാം തക് ലड़कियां ആൽബം ദേഖ്തി രഹി ഫിർ ഉസേ വാപ്പസ് കർ ദിയ അപ്പോൾ വൈകുന്നേരം വരെ കുട്ടികൾ ആൽബം നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് അതിനെ തിരിച്ചു കൊടുത്തു अब രാജപ്പ के ആൽബം को कोई पूछने वाला नहीं था ഇപ്പം ഇനി രാജപ്പയുടെ ആൽബത്തിന് ആരും ചോദിക്കാറില്ല പറഞ്ഞാൽ അത് പഴയതായി ഇപ്പം ഇത് പുതിയത് വന്നപ്പോൾ കുട്ടികളൊക്കെ ഇതിൻ്റെ പിന്നിലായി വക്കൈ ഉസ്കി ഷാൻ അബ് ഘട്ട് ഗൈ ശരിക്കും അതിൻ്റെയൊക്കെ ഇപ്പം കുറഞ്ഞുപോയി അതിൻ്റെയൊക്കെ വില കുറഞ്ഞുപോയി ഇപ്പോൾ രാജപ്പ കെ ആൽബം കി ലഡുക്കോ മേ കാഫി താരിഫ് തി ആദ്യമൊക്കെ രാജപ്പേൻ്റെ ആൽബത്തിനെ എല്ലാവരും കുറേ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു താരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു ആദ്യം എല്ലാവരും അത് നോക്കുമായിരുന്നു ആദ്യം മധുമക്കി കി തരഹ ഉസ്നെ ഏക് ഏക് കർക്കെ ടിക്കറ്റ് ജമാ കിയെ थे മധുമക്കി കി തരഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീസ് തേനീച്ച കുറച്ചായിട്ട് തേന് പിന്നെ കളക്ട് ചെയ്യണ പോലെ ഉണ്ടാക്കണ പോലെ ഇവനും എന്താണ് ടിക്കറ്റ് സ്റ്റാമ്പുകൾ ഓരോന്നായി അവിടെ നിന്നും ഇവിടുന്നും എല്ലാം ഇവൻ കളക്ട് ചെയ്തതായിരുന്നു ഉസേ തോ ബസ് ഏക് യഹി ധുൻ സവാർ തി അവൻ്റെ മനസ്സിൽ ഇതേ തന്നെയായിരുന്നു ധുൻ സവാർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അതേ ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ തന്നെ നിൽക്കില്ലേ അതിനെയാണ് ധുൻ സവാർ എന്ന് പറയുക അതേ തന്നെയായിരുന്നു അവൻ്റെ ബ്രെയിനിൽ സുബ 8 ബജെ വഹ ഘർ സെ നിക്കൽ പടത്ത രാവിലെ 8 മണിക്ക് അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു ടിക്കറ്റ് ജമാ കർനെ വാലെ സാരെ ലഡുക്കോ കെ ചക്കർ ലഗാത്ത അങ്ങനെ ആരൊക്കെ ഇവന് സ്റ്റാമ്പ് കൊടുക്കണവരുണ്ടോ അവരുടെ വീട്ടിലെല്ലാം പോകുവൻ ദോ ഓസ്ട്രേലിയ കെ ടിക്കറ്റോ കെ ബദലെ ഏക് ഫിൻലൻഡ് കാ ടിക്കറ്റ് ലേത്ത അപ്പോൾ ഇവൻ്റെ കയ്യിലുള്ളത് ചിലപ്പോൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൺട്രിയുടെ 2 എണ്ണം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനി ഒരാൾക്ക് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും വാങ്ങിക്കും അപ്പോൾ എല്ലാ കൺട്രിയിലും ആയല്ലോ എല്ലാ രാജ്യത്തും സ്റ്റാമ്പുകളുണ്ട് അപ്പോൾ 2 ഓസ്ട്രേലിയയുടെ ടിക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ പകരം ഫിൻലൻഡിൻ്റെ ടിക്കറ്റ് വാങ്ങും അങ്ങനെ അപ്പോൾ എല്ലാം ആവുമല്ലോ കളക്ഷനിൽ അതിന് വേണ്ടിയിട്ട് ദോ പാകിസ്ഥാൻ കെ ബദലെ ഏക് റൂസ് കാ 2 പാകിസ്ഥാൻ്റെ കൊടുത്തിട്ട് ഒരു റഷ്യയുടെ കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കുറേ കൂടുതലുണ്ട് റഷ്യയുടെ ഇല്ല ഒട്ടും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഞാൻ 2 എണ്ണം തരാം അതിൻ്റെ പകരം എനിക്ക് 1 തന്നാൽ മതി റഷ്യയുടെ അപ്പോൾ നമ്മളെ കളക്ഷൻ ആവും ചെയ്യും അങ്ങനെ അവൻ ചെയ്യുമായിരുന്നു ബസ് ഷാം ജैसे ही घर लौटता बस्ता कोने में पटक अम्मा से चबेना लेकर निकर की जेब में भर लेता പിന്നെ എന്താണ് ബസ് ഷാം വൈകുന്നേരം സമയത്ത് ജേസെ ഹി ഘർ ലൗട്ട വീട്ടിൽ വന്നതിൻ്റെ ശേഷം ബസ്ത കോനെമേ പട്ടക്കർ ബസ്ത എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗിനെ അവിടെ കോർണറിൽ ഇട്ടിട്ട് പട്ടക്കന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് അമ്മാസെ അമ്മയുടെ അടുത്ത് ചബേന ലേക്കർ ചബേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചവച്ച് തിന്നണ എന്തെങ്കിലും സാധനം കേട്ടോ ഖാനേക്ക് ചബാക്കെ ഖാനെ വാലി കോയി ബി വസ്തു കോയി ബി ചീസ് എന്ന് പറയാം എന്തെങ്കിലും ചവച്ച് തിന്നണ സാധനം പറഞ്ഞാൽ എന്തെങ്കിലും തിന്നാൻ അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് നിക്കർക്ക് ജേബ് में भर लेता നിക്കറിൻ്റെ പോക്കറ്റിൽ നിറച്ച് വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ഓർ ഖടേ കാഫി പീക്കർ നിക്കൽ ജാത്ത അപ്പോൾ നിന്നിട്ട് തന്നെ കോഫിയും കുടിച്ചിട്ട് അവൻ പോകും പിന്നെ വെളിയിലേക്ക് പോകും 4 मील दूर अपने दोस्त के घर से कनाडा का टिकट लेने പഗഡണ്ടിയോ में होकर भागता പഗഡണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം
നമ്മൾ ഈ പിന്നെ ഇതില്ലേ കേത്ത് എന്ന് പറഞ്ഞാൽ പാടത്തിൻ്റെയോ അല്ലെങ്കിൽ മൈതാനത്തിൻ്റെയോ ഇടയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ വഴികൾ, ചെറിയ ചെറിയ ചോട്ടാ റസ്ത എന്ന് പറയാം, പത്തല റസ്ത എന്ന് പറയാം. കേത്ത് യാ മൈതാൻ കെ ബീച്ച് കാ പത്തല റസ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വഴികൾ, അതിനെയാണ് നടക്കാൻ മാത്രമുള്ള ചെറിയ ചെറിയ വഴികൾ, അതിനെ പകിടണ്ടി എന്ന് പറയും. പറഞ്ഞാൽ നമ്മൾ പിന്നെ പാടത്തിൻ്റെ ഇടയിലൊക്കെ ഉള്ള വഴികളെ നമ്മൾ വരമ്പ് എന്നും പറയും മലയാളത്തിൽ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിയിട്ട് 4 മീൽ ദൂർ 4 മൈൽ ദൂരം ഉള്ള അപ്പനെ ദോസ്തിക്ക് ഘർ, അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും. അതെന്തിനാണ്, കാനഡക്ക ടിക്കറ്റ് ലേനേക്കില്ലേ. അപ്പോൾ കാനഡയിൽ സ്റ്റാമ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് അവൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം പോവുമായിരുന്നു. സ്കൂൾ ഭർ മേ ഉസ്കാ ആൽബം സബ്സെ ബഡാ താ. മുഴുവൻ സ്കൂളിലും അവൻ്റെ ആൽബം ഏറ്റവും വലുതായിരുന്നു. സർപഞ്ച് കെ ലड़के ने उसके एल्बम को 25 रुपये में खरीदना चाहा था, पर രാജപ്പ നഹി മാന. സർപഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വില്ലേജിലെ ഹെഡ് ഓഫ് ദ വില്ലേജ് എന്ന് പറയാം. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ആൾ, അയാളുടെ ചീഫ് എന്നൊക്കെ പറയാം. അങ്ങേരുടെ മകൻ, ലടുക്കേനെ മകന് ഉസ്കെ ആൽബം കോ 25 रुपये में, ഈ രാജപ്പയുടെ ആൽബം, ഇപ്പോൾ രാജപ്പയുടെ ആൽബത്തിനെ കുറിച്ചിട്ടല്ലേ പറയണത്. അതിന് 25 रुपये में 25 രൂപയ്ക്ക് ഖരീദന ചാഹാത്ത, വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. पर രാജപ്പ നഹി മാന, പക്ഷേ രാജപ്പൻ സമ്മതിച്ചില്ല. ഘമണ്ടി കഹിക, രാജപ്പ ബഡ്ബഡായ था. അപ്പോൾ രാജപ്പ, അപ്പോൾ ബഡ്ബഡാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ പതുക്കെ പറയില്ലേ, ഇങ്ങനെ കുസുർ പറയില്ലേ, പതുക്കെ പറയില്ലേ, ഘമണ്ടി, പ്രൗഢി, വന്നിരിക്കണു ഇവൻ വലിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൻ മനസ്സിൽ പറഞ്ഞു, ഇങ്ങനെ പതുക്കെ പറഞ്ഞു. ഫിർ ഉസ്നെ തീക്ക ജവാബ് ദിയ, പിന്നെ എന്നിട്ട് അവൻ തീക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടു, പറഞ്ഞാൽ ഭയങ്കര കയ്പുള്ള, ബിറ്റർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേഷ്യത്തിൽ ജവാബ് ദിയ, ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്, തുമാരെ ഘർ മേ ജോ പ്യാരി ബച്ചി ഹെ നാ ഉസെ ദേ ദോ ന 30 रुपये में. നിൻ്റെ വീട്ടിൽ ആ ഒരു നല്ല കുട്ടിയില്ലേ, ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയില്ലേ, അതിനെ താഴെ എനിക്ക് 30 രൂപയ്ക്ക് എന്ന് പറഞ്ഞു ഇവൻ. സാരി ലടുക്കെ ടഹാക്ക മാർക്കർ ഹസ്പടെ. എല്ലാ കുട്ടികളും കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കി ചിരിക്കാൻ തുടങ്ങി. ടഹാക്ക മാർക്കർ ഹസ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോർസെ ഹസ്ന എന്ന് പറയാം ഹിന്ദിയിൽ. ജോർസെ ഹസ്ന, ആവാസ് ലഗാക്കർ ഹസ്ന. അതിൻ്റെ അർത്ഥം ഒച്ചത്തിൽ ചിരിക്കുക, അത്രേ ഉള്ളൂ. തൊണ്ട പൊട്ടണ പോലെ ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, നിലവിളിക്കുക എന്നൊക്കെ പറയില്ല, അത് തന്നെ. പർ അബ് ഇപ്പോഴോ എന്ന് ചോദിച്ചവൻ. കോയി ഉസ്കെ ആൽബം കി ബാത് തക് നഹി കർത്ത. ഇപ്പോഴെന്താണ്, ആരും അവൻ്റെ ആൽബത്തിനെ പറ്റിയിട്ട് സംസാരിക്കാറേ ഇല്ല. കാരണം നാഗരാജൻ്റെ പുതിയ ആൽബം വന്നു, അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഇത് വേണ്ട. और तो और अब सब उसके एल्बम की तुलना नागराजन के एल्बम से करने लगे हैं. അതും മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഇവൻ്റെ ആൽബം നാഗരാജൻ്റെ ആൽബം കൂടിയിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. സബ് कहते हैं രാജപ്പ का एल्बम फिसड्डी है. ഫിസഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിച്ചഡാ ഹുവ എന്ന് പറയാം. ലാഗിങ് ബിഹൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കഴിഞ്ഞു, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് പറയില്ലേ, അതൊക്കെ പിന്നിലായി, അതിൻ്റെ സ്ഥാനം പിന്നിലായി പറയില്ല അങ്ങനെ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്താ പറയണത്, രാജപ്പയുടെ ആൽബമൊക്കെ അതൊക്കെ അതിൻ്റെ പിന്നിലായിപ്പോയി, അതൊക്കെ മാറിപ്പോയി. पर രാജപ്പ ने നാഗരാജൻ के एल्बम को देखने की इच्छा कभी नहीं प्रकट की. ബാക്കി കുട്ടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നാഗരാജൻ്റെ ആൽബം, പക്ഷേങ്കിൽ രാജപ്പ നാഗരാജൻ്റെ ആൽബം നോക്കാനുള്ള ആഗ്രഹം ഒരിക്കലും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രകട് കർണ എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ്. लेकिन जब दूसरे लड़के उसे देख रहे थे तो वह नीची आंखों से देख लेता. പക്ഷെ മറ്റുള്ള ആൺകുട്ടികൾ അവൻ്റെ ആൽബം കാണുന്ന സമയത്ത്, നാഗരാജൻ്റെ ആൽബം കാണുന്ന സമയത്ത്, വഹ് നീച്ചി ആങ്കോസെ പറഞ്ഞാൽ എങ്ങനെ കള്ള കണ്ണിട്ട് നോക്കുക എന്ന് പറയില്ല, ഇങ്ങനെ താഴ്ന്നിട്ട് ഞാൻ നോക്കണമില്ല എന്നാൽ നോക്കും വേണം എന്ന് പറയുന്ന പോലെ അങ്ങനെ അവൻ നോക്കുമായിരുന്നു. അത് സച്ച്മുച്ച് നാഗരാജൻ കാ ആൽബം ബെഹദ് പ്യാരാ ഥ. പക്ഷെ നാഗരാജൻ്റെ ആൽബം എന്താണ്, നാഗരാജൻ്റെ ആൽബം നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. ബേഹദ് പ്യാരാ ഥ പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. पर രാജപ്പ के पास जितने टिकट थे उतने നാഗരാജൻ के ആൽബം में नहीं थे. പക്ഷേ രാജപ്പൻ്റെ ആൽബത്തിൽ എത്രത്തോളം സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു, നാഗരാജൻ്റെ ആൽബത്തിൽ അത്ര സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നില്ല. पर खुद उसका ആൽബം ही कितना प्यारा था. പക്ഷെ എന്താണ്, ആൽബം വളരെ ഭംഗിയാണ് കാണാൻ. ഉസെ ചൂ ലേന ഹി കോയി ബഡി ബാത് തി. അതിനെ തൊടണതും കൂടി ഒരു വലിയ കാര്യമായിരുന്നു എന്നാണ് പറയണത്. കാരണം അത് ഇവിടുത്തെ അല്ലല്ലോ, അവിടെ എവിടുന്നോ സിംഗപ്പൂരിൽ എവിടെ നിന്നൊക്കെ അയച്ചു കൊടുത്തല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. ഇസ് തറക ആൽബം യഹാ थोड़ी मिलेगा. ഇതുപോലത്തുള്ള ആൽബം ഇവിടെ എവിടെ കിട്ടാനാ എന്ന് പറഞ്ഞു കുട്ടികൾ. ആൽബം के पहले पृष्ठ पर मोती जैसे अक्षरों में उसके मामा ने लिख भेजा था. ആൽബം കെ പെഹലെ, ആൽബത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പൃഷ്ഠ് പർ പേജിൽ മോത്തി ജേസെ, മോത്തി എന്ന് പറഞ്ഞാൽ മുത്ത്, മുത്ത് പോലുള്ള അക്ഷരങ്ങൾ കൊണ്ട് അവൻ്റെ മാമ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്, AM നാഗരാജൻ.
ആൽബത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പേജിൽ അപ്പോൾ AM നാഗരാജൻ എഴുതിയിരുന്നു, ഇസ് ആൽബം കോ ചുരാനെ വാല ബേഷ്റം ഹേ. ഇത് ഇൻവെർട്ടഡ് കോമയിലാണ് ഒരു പാരഗ്രാഫ് മുഴുവനും നോക്കിക്കോളാം. അപ്പോൾ അതിൽ എന്താ എഴുതിയിരിക്കണം എന്നുള്ള അതേ സെയിം സെൻറ്റൻസ് ആണ് കേട്ടോ ആ ആൽബമിൽ എഴുതിയിരിക്കുന്നത്. ഇസ് ആൽബം കോ ചുരാനെ വാല ബേഷരം ഹേ. ഈ ആൽബത്തിനെ മോഷ്ടിക്കുന്ന ആൾ ബേഷരം ഹേ. ബേഷരം പറഞ്ഞാൽ നാണമില്ലാത്തവനാണ്. ചുരാന എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക, ബേഷരം എന്ന് പറഞ്ഞാൽ നാണമില്ലാത്ത, ശരം നാണം, ബേഷരം നാണമില്ലാത്ത കേട്ടോ. ഊപ്പർ ലിഖേ നാം കോ കഭി ദേക്കാ ഹെ. മോളിൽ എഴുതിയ പേരിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനാണ് ആ പേര് ഹൈലൈറ്റ് ആക്കി കാണിച്ചിരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? എന്താ? യഹ് ആൽബം മേരാ ഹെ. ഈ ആൽബം എൻ്റെയാണ്. ജബ് തക് ഘാസ് ഹരി ഹെ. എപ്പോൾ വരെ ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, പുല്ല് പച്ചയാണോ. ഓർ കമൽ ലാൽ, കമൽ എന്ന് പറഞ്ഞാൽ ലോട്ടസ്, താമര, താമര ചുവപ്പ് കളറാണോ. സൂരജ് ജബ് തക് പൂർവ് സെ ഉഗേ. സൂര്യൻ എപ്പോൾ വരെ കിഴക്ക് ഉദിക്കുവോ. ഉഗ്ന എന്ന് പറഞ്ഞാൽ ടു റൈസ്, ഉദിക്കുവോ. ഓർ പശ്ചിം മേ ചിപ്പേ. പശ്ചിം വെസ്റ്റ്, പടിഞ്ഞാറ് അത് സൺസെറ്റ് ആകുന്നതോ പടിഞ്ഞാറ് മറയുന്നുവോ. ഉസ് അനന്ത് കാൽ തക്. ആ അനന്തകാലം വരെ, അനന്തകാൽ തക് കേലിയെ, ആ അനന്തകാലം വരെ. യഹ് ആൽബം മേരാ ഹെ. ഈ ആൽബം എൻ്റെയാണ്. രഹേഗ, എൻ്റെ അങ്ങനെ ആയിരിക്കും എന്ന് ആ കോമയിൽ, ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിരിക്കണില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ആ ആൽബത്തിൽ ആ പേരും എഴുതി ഇതും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലടുക്കോനെ ഇസേ അപ്പനെ ആൽബമേ ഉത്താറില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുട്ടികൾ വളരെ ഇംപ്രസ്സായിട്ട് ഇതിനെയൊക്കെ നോക്കി അവരുടെ പിന്നെ ആൽബത്തിൽ എഴുതി വെച്ചു. ലड़कियों झट കോപ്പിയും ഓർ കിതാബോ മേ ടീപ്പ് ലിയ. ആ പെൺകുട്ടികൾ എന്താ ചെയ്തത്? വേഗം കോപ്പിയും കിതാബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ബുക്കുകൾ അത്ര ഉള്ളൂ കേട്ടോ, പുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ. അത് തുറന്ന് ഇതിനെ ടീപ്പ് ലിയ എന്ന് പറഞ്ഞാൽ അതേപോലെ അതിനെ കോപ്പി ചെയ്ത് വെക്കുക, അതേപോലെ അതിനെ എഴുതി വെച്ചു അത്രേ ഉള്ളൂ ടീപ്പ് ലിയ പറഞ്ഞാൽ. तुम लोग यह नकल क्यों करते हो? नकलची कहीं के. രാജപ്പ ने लड़कों को गुड़की दी. അപ്പോൾ തും ലോഗ് ये നക്കൽ ക്യൂ കർത്തി. നക്കൽ എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് ചെയ്യുക, നോക്കി ചെയ്യുക, ഒരാൾ ചെയ്യണ പോലെ ചെയ്യുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചീറ്റിംഗ് ചെയ്യണത്? നക്കൽച്ചി കഹിക്ക്, ചീറ്റേഴ്സ് എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞു? രാജപ്പ പറഞ്ഞു ഇത് കണ്ടിട്ട്. രാജപ്പനെ ലടുക്കോങ്കോ ഗുടുക്കി ദി. ഗുടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭീഷണി സ്വരത്തിലൊക്കെ പറയില്ലേ, അതിനാണ് പറയുക. സബ് ചുപ് രഹേ ഓർ കൃഷ്ണൻ സെ നഹി രഹാ ഗയ. എല്ലാവരും മിണ്ടാണ്ടിരുന്നു, ആരും ഒന്നും പറഞ്ഞില്ല ഇതിന്. പക്ഷെ കൃഷ്ണൻ അങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ജാ ജൽത്താ ഹെ ഈഷ്യാലു കഹിക. പോ ജൽത്താഹെ എന്ന് പറഞ്ഞാൽ അസൂയപ്പെടുക, അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അസൂയാലു എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഈർഷ്യാലു എന്ന് പറഞ്ഞാൽ അതന്നെ, ജലസ് എന്ന് പറഞ്ഞു. മേ കാഹെ കജലു. എനിക്കിപ്പോൾ എന്തിനാ അസൂയ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ രാജപ്പ, എനിക്കങ്ങനൊന്നുമില്ല. ജലെ തെര ഖാൻദാൻ. നിൻ്റെ ഖാൻദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം, നിൻ്റെ കുടുംബമായിരിക്കും കിടന്ന് അസൂയപ്പെടുന്നത് എന്ന് പറഞ്ഞു. മേര ആൽബം ഉസ്കെ ആൽബം സെ കഹി ബഡാ ഹെ. രാജപ്പനെ ഷാൻ ഭക്കാരി. അപ്പോൾ രാജപ്പ പറഞ്ഞു എൻ്റെ ആൽബം അവൻ്റെ ആൽബത്തിനെക്കാട്ടിലും എത്രയോ വലുതാണ് എന്ന്. ഷാൻ ബക്കാരി, ബക്കാറിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവത്തിൽ പിന്നെ സംസാരിക്കില്ലേ, അങ്ങനെ പറഞ്ഞാൽ പാണ്ഡിത്യ ദിഖാനെ ലിയെ കിസി വിഷയമേ ചർച്ച കർണ. പറഞ്ഞാൽ എനിക്കിത് അറിയാമെന്നൊക്കെ ഉള്ള ഭാവത്തിൽ ആ ടോപ്പിക്കിൽ സംസാരിക്കില്ലേ, അതിനാണ് ബക്കാറിന പറയാം. അങ്ങനെ രാജപ്പ പറഞ്ഞു അപ്പം ഇതിനെക്കാട്ടിൽ എത്രയോ വലുത് എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. अरे उसके पास जो ടിക്കറ്റേ ഹേ വഹ ഹേ കഹി തേരെ പാസ്. അപ്പോൾ അവൻ്റെ അടുത്തുള്ള ആ ടിക്കറ്റ്, സ്റ്റാമ്പുകൾ നിൻ്റെ അടുത്തുണ്ടോ എന്താ എന്ന് ചോദിച്ചു. സബ് ക്യൂ, എല്ലാം ഒന്നും വേണ്ട, ബസ് ഏക്ക് ഇൻഡോനേഷ്യക്ക് ടിക്കറ്റ് ദിഖാതോ. ഒരു ഇൻഡോനേഷ്യയുടെ ടിക്കറ്റ് കാണിച്ചതാ, ഒരു സ്റ്റാമ്പ് കാണിച്ചതാ എന്ന് ആര് പറഞ്ഞു? ഈ കൃഷ്ണൻ പറഞ്ഞു ദേഷ്യം വന്നിട്ട്. അരേ പാനി ഭരോഗെ. കൃഷ്ണനെ ചേടാ. പാനി ഭരോഗെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെള്ളം നിറയ്ക്കോ. വെള്ളം നിറയ്ക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ശരിക്കുള്ള വെള്ളം നിറയ്ക്കലല്ല, ഒരു ഈഡിയമാണിത്, മുഹാവരയാണിത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുച്ഛമായിട്ട് വിചാരിക്കുക, ഭയങ്കര ചീപ്പായിട്ട് വിചാരിക്കില്ലേ, അങ്ങനെ ചീപ്പായിട്ട് തള്ളില്ലേ, അങ്ങനെ സംസാരിക്കണതിനാണ്. അപ്പോൾ ഈ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, ഇൻഡോനേഷ്യയുടെ ടിക്കറ്റ് നിൻ്റെ അടുത്ത് ഉണ്ടോ എന്താ കാണിക്കേ എന്ന് പറഞ്ഞു. पर मेरे पास जो टिकट है वह कहाँ है उसके पास. അപ്പോൾ രാജപ്പ എന്താ പറഞ്ഞത്? പക്ഷേ എൻ്റെ അടുത്തുള്ളത് ഏതൊക്കെ സ്റ്റാമ്പുകളാണ്, അത് അവൻ്റെ അടുത്തുണ്ടോ എന്താ എന്ന് പറഞ്ഞു. രാജപ്പനെ ഫിർ ലൽക്കാര. രാജപ്പ പിന്നെയും ലൽക്കാരന എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളി പോലെ ഒക്കെ പറഞ്ഞു. ഉസ്കെ പാസ് ജോ ടിക്കറ്റ് ഹെ വഹി ദിഖാ ദോ. കൃഷ്ണൻ ബി കം നഹി താ. അവൻ്റെ അടുത്തുള്ള ഏതാ ടിക്കറ്റ് വെച്ചാൽ അത് തന്നെ കാണിച്ചതാ എന്ന് കൃഷ്ണനും കുറവല്ല, അവനും അതുപോലെ സംസാരിച്ചു. ടീക്ക് ശരി. 10 രൂപയ്ക്ക് ഷരത്ത്. 10 രൂപയുടെ ഷരത്ത് പറഞ്ഞാൽ 10 രൂപയുടെ ബെറ്റ് വയ്ക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ.
മേരെ വാലെ ടിക്കറ്റ് ദിഖാ ദോ, എൻ്റെ അടുത്തുള്ള ടിക്കറ്റ് കാണിക്കാദ്യം. തുമ്ഹാരെ ആൽബം കൂടാ ഹെ, നിൻ്റെ ആൽബം കൂടെയാണ്, വേസ്റ്റാണ്. എൻ്റെ നിൻ്റെ ആൽബം വേസ്റ്റാണ്. കൃഷ്ണൻ ചീക്ക് ഹാ ഹാ കൂടാ. അപ്പോൾ കൃഷ്ണൻ നിലവിളിക്കാൻ തുടങ്ങി. വേസ്റ്റോ ലड़के जैसे കോറസ് ഗാനെ ലഗെ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കോറസ് ഗാനെ ലഗെ പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരുമിച്ച് ഒരാളുടെ പിന്നാലെ ഇനി ഒരാൾ കൂടി തുടങ്ങി. അപ്പോൾ രാജപ്പ को लगा अपने ആൽബം के बारे में बात करना. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ആൽബത്തിനെ പറ്റിയിട്ട് വെറുതെ സംസാരിക്കണത് ഫാൽത്തു പറഞ്ഞാൽ വേസ്റ്റാണ്, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് തോന്നി. ഉസ്നെ കിത്നി മെഹനത്ത് और लगन से टिकट बटोरे हैं. ബട്ടോർന എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അവൻ എത്ര മെഹനത്ത്, ഹാർഡ് വർക്ക് അല്ലേ, മെഹനത്ത് ലഗൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഹാർഡ് വർക്ക് തന്നെയാണ്. ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി അവരുടെ അടുത്ത് ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടല്ലേ ഇത്രയും സ്റ്റാമ്പുകൾ കളക്ട് ചെയ്തത്. സിംഗപ്പൂർ സേ ആയെ ഇസ് एक पार्सल ने नागराजन को एक ही दिन में मशहूर कर दिया. മഷഹൂർ എന്ന് വെച്ചാൽ ഫേമസ് കേട്ടോ. പക്ഷെ എന്താണ്, സിംഗപ്പൂരിൽ നിന്ന് വന്ന ഈ ഒരു പാർസൽ നാഗരാജനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും ഫേമസ് ആക്കി എന്ന് രാജപ്പൻ വിചാരിച്ചു. पर दोनों में कितना अंतर है. പക്ഷെ രണ്ടിലും എത്ര വ്യത്യാസങ്ങളുണ്ട്. ഈ ലड़के क्या समझेंगे, ഈ പിള്ളേർക്കൊക്കെ എന്ത് മനസ്സിലാക്കാനാണ് ഈ പിള്ളേരൊക്കെ എന്ന് വിചാരിച്ചു. രാജപ്പ മൻഹിമൻ കൂട് റഹാത്ത. കൂട് റഹാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ദേഷ്യം വന്ന് ഇങ്ങനെ പിറുപിറുക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് കുടുന എന്ന് പറയുക കേട്ടോ. അപ്പോൾ രാജപ്പ മൻഹിമൻ കൂട് റഹാത്ത, ഉള്ളിൽ തന്നെ ഇങ്ങനെ ദേഷ്യം വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ ജാന അബ് ഖൽനെ ലഗ. ഖൽന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുരാ ലഗ്ന എന്ന് പറയാം, ഫീലിംഗ് ബാഡ് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ തന്നെ അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത് അവിടെ. ഓർ ലഡ്ക്കോം കെ സാമനെ ജാനെ മേ ശരം ആനെ ലഗി. ഇപ്പം അവന് ആ പിള്ളേരുടെ അടുത്തേക്കൊക്കെ പോവാനും നാണക്കേടാവാൻ തുടങ്ങി. आमतौर पर शनिवार और रविवार को टिकट की खोज में लगा रहता. സാധാരണയായിട്ട്, ആംതോർ പർ പറഞ്ഞാൽ സാധാരണയായിട്ട് സാറ്റർഡേയും സൺഡേയുമാണ് ഈ സ്റ്റാമ്പിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമൊക്കെ നടത്താറുള്ളത്. പരന്തു അബ് ഘർ ഗുസ ഹോ ഗയാ താ. പക്ഷേ ഇപ്പോൾ എന്താണ്, വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. കാരണം മറ്റുള്ള കുട്ടികളെ ഫേസ് ചെയ്യാൻ അവന് ബുദ്ധിമുട്ടായി. ദിൻമേ കൈ ബാർ ആൽബം കോ പലട്ത്താ രഹത്ത. ദിവസത്തിൽ ആൽബം എടുത്ത് ഒത്തിരി പ്രാവശ്യം അതിന് പലട്ത്താ രഹത്ത, മറച്ചുകൊണ്ടിരിക്കും. റാത്ത് കോ ലേറ്റ് ജാത്ത. രാത്രി കിടക്കും. സഹസ ജാനി ക്യാ സോച്ച് കർ ഉഠ്ത്ത. പെട്ടെന്ന് എന്താണാവോ എന്തോ ആലോചിച്ചിങ്ങനെ എണീറ്റിരിക്കും. ട്രങ്ക് കോൽക്കർ ആൽബം നിക്കാൽത്ത ഓർ ഏക് ബാർ പൂര ദേഖ് ജാത്ത. ട്രങ്ക് എന്ന് പറഞ്ഞാൽ വലിയ പെട്ടികൾ, അത് തുറന്നിട്ട് അതിൽ നിന്ന് ആൽബം എടുത്ത് ഏക് ബാർ പൂര ദേഖ് ജാത്ത, ഒരു പ്രാവശ്യം അത് മുഴുവനായിട്ടും അങ്ങോട്ട് നോക്കും. ഉസേ ആൽബം സേ ചിട് ഹോനെ ലഗി തീ. ചിടുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറിറ്റേറ്റ് ആവുക കേട്ടോ. ഇപ്പം അവന് ആൽബത്തിനോട് ഇറിറ്റേറ്റ് ആവാൻ തുടങ്ങി. ഉസെ ലഗ, അവന് തോന്നി, ആൽബം വാക്കൈ കൂടാ ഹോ ഗയാ ഹെ. ആൽബം ശരിക്കും, വാക്കൈ എന്ന് പറഞ്ഞാൽ ശരിക്കും, സത്യത്തിലും എന്ന് പറയില്ല, ശരിക്കും വേസ്റ്റ് ആയോ എന്ന് അവന് തോന്നി. उस दिन शाम उसने जैसे तय कर लिया था वह नागराजन के घर गया. ആ ദിവസം വൈകുന്നേരം അവൻ വിചാരിച്ച പോലെ തന്നെ, അവൻ തീരുമാനിച്ചുറച്ച പോലെ തന്നെ നാഗരാജൻ്റെ വീട്ടിലേക്ക് പോയി. തൈക്കർണ എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക. അബ് കോയി കിത്തന അപമാൻ സഹേ. ഇനി എത്ര അപമാനം സഹിക്കേണ്ടത്. നാഗരാജൻ കെ ഹാത്ത് അച്ചാനക് ഏക് ആൽബം ലഗാ ഹേ ബസ് യഹീന. ഒരു ആൽബം കിട്ടിയിട്ടുണ്ട് നാഗരാജന് പെട്ടെന്ന്, ഇതല്ലേ ഇപ്പോൾ എന്ന് അവൻ വിചാരിച്ചു. രാജപ്പ വിചാരിച്ചു. വഹ ക്യാ ജാനെ ടിക്കറ്റ് കേസ് ജമാ കിയെ ജാത്തെ ഹേ. അവൻ എന്തറിയും സ്റ്റാമ്പുകളൊക്കെ എങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ളത്. ഏക് ഏക് ടിക്കറ്റ് കി ക്യാ കീമത്ത് ഹോത്തി ഹേ. വഹ ഭല ക്യാ സംജെ. ഓരോരോ സ്റ്റാമ്പിൻ്റെയും എന്ത് വിലയാണുള്ളത്, അതിനെന്ത് വാല്യൂ ഉള്ളത്, അവനെന്തറിയും ഇതൊക്കെ, അവനെന്താ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളത്. സോച്താ ഹോഗ ടിക്കറ്റ് ജിത്ന ബഡാ ഹോഗ വഹ ഉത്തന ഹി കീമത്തി ഹോഗ. വിചാരിക്കുന്നുണ്ടാവും സ്റ്റാമ്പ് എത്ര വലുതാണോ അത്രയും വിലയുള്ളതായിരിക്കും എന്ന്. യാ ഫിർ സോച്താ ഹോഗ, അല്ലെങ്കിൽ പിന്നെ വിചാരിക്കുന്നുണ്ടാവും ബഡേ ദേശ് കാ ടിക്കറ്റ് കീമത്തി ഹോഗ, വലിയ രാജ്യത്തിൻ്റെ സ്റ്റാമ്പ് വിലയുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടാവും. ബഹ ബല ക്യാ സംജെ. ഇവനൊക്കെ എന്ത് തന്നെ മനസ്സിലാക്കും. उसके पास जितने भी फालतू टिकट है उन्हें टरकाकर उससे अच्छे ടിക്കറ്റ് झाड़ लेगा. അവൻ്റെ അടുത്ത് എത്രമാത്രം വേസ്റ്റ് സ്റ്റാമ്പുകളുണ്ടോ, ഫാൽത്തു എന്ന് പറഞ്ഞാൽ വേസ്റ്റ് സ്റ്റാമ്പുകളുണ്ടോ, ഉന്നെ ടർക്കാക്കർ അതിനെയൊക്കെ മാറ്റിയിട്ട്, ടർക്കാന എന്ന് പറഞ്ഞാൽ ടാൽന, ഹട്ടാന എന്ന് പറയാം, ഹട്ടാന എന്ന് ഹിന്ദിയിൽ പറയും, അതിനെ മാറ്റിയിട്ട് ഉസ്സെ അച്ചേ ടിക്കറ്റ്, അതിൽ നിന്ന് നല്ല സ്റ്റാമ്പുകൾ ജാഡിലേക തിരഞ്ഞെടുക്കും, സെലക്ട് ചെയ്യും. ജാഡന എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യും, തിരഞ്ഞെടുക്കും. കിത്തനോ കോ തോ ഉസ്നെ യൂം ഹി ഉല്ലു ബനായാ ഹെ. എത്രയോ ആൾക്കാരെ അവൻ അതേപോലെ ഉല്ലു ബനായാ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ഢികളാക്കിയിട്ടുണ്ടാവും. കിത്തനി ചാൽബാജി കർണി പടുത്തി ഹെ. ചാൽബാജി എന്ന് പറഞ്ഞാൽ ട്രിക്കുകൾ, എന്തൊക്കെ ട്രിക്കുകളാണോ യൂസ് ചെയ്യേണ്ടി വരുന്നത്. നാഗരാജൻ ബല കിസ് കേത് കി മൂലി ഹെ.
കേത്കി മൂലി പറഞ്ഞാൽ കിസ് കേത്കി മൂലി എന്ന് പറഞ്ഞാൽ വർത്ത്ലെസ് കേട്ടോ, ഒരു വിലയില്ലാത്ത ആൾ, ഒരു വിലയില്ലാത്ത ആളിന് അതിനെ ഒരു ഇഡിയമായി, ഈ കിസ് കേത്കി മൂലി എന്നുള്ളത് ഇഡിയമാണ്, ഒരു മുഹാവരയാണ്. അപ്പോൾ ഇവൻ എന്താ വിചാരിക്കണേ, നാഗരാജൻ എന്ത് ഒരു വിലയില്ലാത്ത ഒന്നും അറിയാത്ത ഒരു മനുഷ്യനാണോ എന്ന് ഇവൻ പറയാണ്. രാജപ്പ പറയാണ്, രാജപ്പ നാഗരാജൻ കെ ഘർ പहुँच कर ऊपर गया. രാജപ്പ നാഗരാജൻ്റെ വീട്ടിൽ പോയി, എന്നിട്ട് നേരെ മുകളിലേക്ക് പോയി. चूँकि वह अक्सर आया जाया करता था, സോ കിസിനെ നെഹി ടോക്ക. പക്ഷേ ഇതുപോലെ എപ്പോഴും അവൻ പോകും വരികയൊക്കെ ചെയ്യാറുള്ളതാണ്. ഇവർ തമ്മിൽ ഒരാളുള്ളവരുടെ വീട്ടിലേക്ക് ഇതുപോലെ പോകും വരികയും ചെയ്യണതാണ്. അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. ഇവൻ നേരെ മുകളിലേക്ക് പോയപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. നെഹി ടോക്ക, ടോക്കന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്യുക, നിർത്തുക, എന്താ ഏതെന്നിങ്ങനെ ചോദിക്കുക, അങ്ങനെയൊന്നും ആരും ചോദിച്ചില്ല. അതുകൊണ്ട് ऊपर पहुंचकर वह नागराजन की मेज के पास पड़ी कुर्सी पर बैठ गया. മോളിലെത്തിയിട്ട് അവൻ നാഗരാജൻ്റെ മേശയുടെ അടുത്തുള്ള ഒരു ചെയറിൽ ഇരുന്നു. കുച്ച് ദേർ ബാദ് നാഗരാജൻ കി ബഹൻ കാമാക്ഷി ഊപ്പറായി. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നാഗരാജൻ്റെ സിസ്റ്റർ കാമാക്ഷി മേലെ വന്നു, മുകളിലേക്ക് വന്നു. ഭയ്യ ഷെഹർ ഗയാ ഹേ. അപ്പോൾ കാമാക്ഷി വന്നിട്ട് എന്താ പറഞ്ഞാൽ, ഭയ്യ ഷെഹർ എന്ന് പറഞ്ഞാൽ സിറ്റിയിലേക്ക്, ടൗണിലേക്ക് എന്നൊക്കെ പറയാം, ടൗണിലേക്ക് പോയിരിക്കുകയാണ്. അരെ ഹാ തുമ്നെ ഭയ്യ കാ ആൽബം ദേക്കാ, നീ ഭയ്യയുടെ ആൽബം കണ്ടോ, ചേട്ടൻ്റെ ആൽബം കണ്ടോ എന്ന് ചോദിക്കും. ഉസ്നെ പൂച്ച, കാമാക്ഷി ചോദിക്കും. ഹൂ രാജപ്പാക്കോ ഹാ കഹനെ ഹേക്കടി ഹോ രഹി തി. ഹേക്കടി എന്ന് പറഞ്ഞാൽ ഒരു ബോസ്റ്റിംഗ് എന്നൊക്കെ പറയില്ലേ, ബ്രാഗിങ്, ബോസ്റ്റിംഗ് എന്നൊക്കെ പറയാം. ഇതിപ്പോൾ എന്താണ് എന്നുള്ളൊരു ഭാവത്തിലിങ്ങനെ ഈ പുകഴ്ത്തലല്ലേ ഇതൊക്കെ എന്നൊരു ഭാവം. അപ്പോൾ രാജപ്പന് അങ്ങനെ ഒരു ഭാവമൊക്കെ തോന്നി ചോദിച്ചപ്പോൾ. ബഹുത് സുന്ദർ ആൽബം ഹേന. അപ്പോൾ ഈ കുട്ടി പറയും, നല്ല സുന്ദര, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൽബം അല്ലേ എന്ന് ചോദിക്കും. സുനാ ഹെ സ്കൂൾ ഭർ മേ കിസിക്കെ ബി പാസ് ഇത്തന ബഡ ആൽബം നഹി ഹെ. ഞാൻ കേട്ടു മുഴുവൻ സ്കൂളിലും ആരുടെ അടുത്തും ഇത്രയും വലിയ ആൽബം ഇല്ലയെന്ന്. തുംസെ കിസ്നെ കഹാ ഭയ്യാനെ. അപ്പോൾ ഇവൻ ചോദിച്ചു, നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്, നിൻ്റെ ഭയ്യാണോ, നിൻ്റെ ചേട്ടനാണോ പറഞ്ഞത്. വഹ കൂടുകയ, അവൻ ഉള്ളിൽ അവന് പിന്നെയും ദേഷ്യം വരാൻ തുടങ്ങി. ബഡേ സെ ക്യാ മത്ലബ് ഹുവ. വലുത് എന്നുള്ളതിൽ ഇപ്പം എന്താ അർത്ഥമുള്ളത് എന്ന് പറഞ്ഞു. ആകാർ മേ ബഡാ ഹുവാ തോ ആൽബം ബഡാ ഹോ ഗയാ. അതിൻ്റെ സൈസിൽ വലുതാണെന്നുണ്ടെങ്കിൽ, ആകാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസോ ഷേപ്പൊക്കെ അതിൽ വലുതാണെന്നുണ്ടെങ്കിൽ എന്താ, ആൽബം വലുതായി എന്നാണോ അർത്ഥം. ഉസ്കി ചിഡ്ചിഡാഹട്ട് സാഫ് തി. അപ്പോൾ ഈ ചോദിക്കണതിന് അവൻ്റെ ദേഷ്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ. അപ്പോൾ ചിഡ്ചിഡാഹട്ട് എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ, അവൻ്റെ ഇറിറ്റേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്. കാമാക്ഷി കുച്ച് ദേർ തക് വഹി രഹി. കുറച്ച് നേരം കാമാക്ഷി അവിടെ തന്നെ നിന്നു. പിന്നെ ഫിർ നീച്ചെ ചലി ഗയി, പിന്നെ താഴേക്ക് പോയി. രാജപ്പ മേജ് പർ ബിക്രി കിതാബോं को टटोलने लगा. രാജപ്പ ആ മേശയിൽ കിടക്കുന്ന ആ പുസ്തകങ്ങളെയെല്ലാം, ബിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാറ്റേർഡ്, അവിടെ ചെതറി കിടക്കുന്ന അതിനെല്ലാം, ടട്ടോൽന പറഞ്ഞാൽ അതിനെയൊക്കെ വാരിക്കൂട്ടുക, കളക്ട് ചെയ്യുക, അതിനെയൊക്കെ വാരിക്കൂട്ടി. അച്ചാനക് ഉസ്കാ ഹാത്ത് ദരാജ് കെ താലെ സെ ടക്കറാ ഗയാ. പെട്ടെന്ന് അവൻ്റെ കൈ, ദറാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കബേർഡ്, അതിൻ്റെ താല, അതിൻ്റെ പൂട്ട്, അതിൻ്റെ ലോക്കിൽ അവൻ്റെ കൈ തട്ടി. ടക്കറാഗയ പറഞ്ഞാൽ അതിൻ്റെ തട്ടി. ഉസ്നെ താലേക്കോ കീഞ്ച് കർ ദേക്ക. അവൻ ആ പൂട്ടിനെ ഇങ്ങനെ വലിച്ചു നോക്കി. ബന്ദ് ത, അത് ക്ലോസ് ആയിരുന്നു, അത് ബന്ധായിരുന്നു. ക്യൂന ഉസെ ഖോൽക്കർ ദേഖ് ലിയാ ജായ്. അതിനെ തുറന്ന് എന്തുകൊണ്ടാണ് നോക്കിക്കൂടാ എന്ന് വിചാരിച്ചു ഇവൻ. മേജ് പർസെ ഉസ്നെ ചാബി ഢൂണ്ട് നിക്കാലി. മേശയിന്ന് അവൻ ചാവി അതിൻ്റെ തിരഞ്ഞെടുത്തു. ഢൂണ്ട് നിക്കാലി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു. ദരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോയർ ഇല്ലേ, അത് കബേർഡ് അല്ല, എക്സാക്ട് ഡ്രോയർ എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. സീഡിയോं के पास जाकर उसने एक बार झांक कर देखा. സ്റ്റെപ്പിൻ്റെ അടുത്ത് പോയി. അവൻ മുകളിലത്തെ റൂമിലല്ലേ, അപ്പോൾ അവൻ സ്റ്റെപ്പിൻ്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും മുകളിലേക്ക് വരുന്നോ എന്ന് നോക്കി. ജാങ്കന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിംഗ്, ഇങ്ങനെ എത്തി നോക്കിയിട്ട് വന്നു. ഫിർ ജൽദി മേ ദരാജ് ഖോലി. പിന്നെ അവൻ വേഗം ആ ഡ്രോയർ തുറന്നു. ആൽബം ഊപ്പർ ഹി രഖാ ഹുവാ താ. ആൽബം ഏറ്റവും മുകളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പെഹല പൃഷ്ഠ ഖോല. ആദ്യത്തെ പേജ് തുറന്നു. ഉൻ വാക്യോं को उसने दोबारा पढ़ा. ആ സെൻറ്റൻസുകളെ, അതിൽ കുറച്ച് സെൻറ്റൻസ് എഴുതിയിട്ടില്ലേ, അതിനെ അവൻ ദോബാര പറഞ്ഞ സെക്കൻഡ് ടൈം, രണ്ടാമത്തെ പ്രാവശ്യവും വായിച്ചു അതിനെ. ഉസ്കാ ദിൽ തേജി സെ ധടക്കനെ ലഗ. അവൻ്റെ മനസ്സ്, അവൻ്റെ ഹൃദയം വളരെ വേഗത്തോടു കൂടിയിട്ട് ധക്ധക്കാവാൻ തുടങ്ങി. ധടക്കന എന്ന് പറഞ്ഞാൽ ധക്ധക്കാവുക, അങ്ങനെ ശബ്ദിക്കാൻ തുടങ്ങി. ആൽബം കോ ഝട്ട് കമീസ് കെ നീച്ചെ ഘോസ് ലിയ ഓർ ദരാജ് ബന്ദ് കർ ദിയ. ആൽബത്തിനെ വേഗം, ഝട്ട് എന്ന് പറഞ്ഞാൽ വേഗം എടുത്തിട്ട് കമീസ് കെ നീച്ചെ, കമീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇട്ടിരിക്കുന്ന കുർത്ത ഷർട്ട് എന്താ വെച്ചാൽ അതിൻ്റെ താഴെ അവൻ ഒളിപ്പിച്ചു വെച്ചു. ഘോസ് ലിയ, ഘോസ്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിഗ്ഗിങ് എന്ന് പറയാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചു, അത്ര തന്നെ.
ഹൈഡിങ് ഒളിപ്പിച്ചു വെച്ചു. ദറാജ് ബന്ദ് കർ ദിയ, ആ ഡ്രോയർ ക്ലോസ് ചെയ്തു. സീഡിയ ഉത്തർക്കർ ഘർ കി ഓർ ഭാഗ, ആ സ്റ്റെപ്പ് ഇറങ്ങി അവൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി അവൻ. ഘർ ജാക്കർ സീത പുസ്തക് കി അൽമാരി കെ പാസ് ഗയ, വീട്ടിൽ പോയിട്ട് നേരെ അവൻ്റെ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന അലമാരിയുടെ അടുത്ത് പോയി. ഓർ പീച്ചെ കി ഓർ ആൽബം ചിപ്പാ ദിയ, അതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ആ ആൽബത്തിനെ ഒളിപ്പിച്ചു വെച്ചു. ഉസ്നെ ബാഹർ ആക്കർ ജാങ്ക, പിന്നെ അവൻ വെളിയിൽ വന്നിട്ട് നോക്കി. പൂര ശരീർ ജैसे ജൽനെ ലഗാ था, ആ മുഴുവനും ശരീരം അവൻ്റെ അങ്ങനെ ചൂടായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചുടണ പോലെ ഉണ്ടായിരുന്നു. ജൽനെ ലഗ എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന പോലെ ഉണ്ടായിരുന്നു. ഗല സൂഖ് രഹാ था, അവൻ്റെ തൊണ്ടയൊക്കെ പിന്നെ ഉണങ്ങിപ്പോയിണ്ടായിരുന്നു. ഓർ ചെഹറ തം തമാനെ ലഗ, തം തമാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചുവപ്പ് കളറാവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവൻ്റെ മുഖമൊക്കെ അങ്ങനെ ചുവപ്പ് കളറാകാൻ തുടങ്ങി പേടിച്ചിട്ട്. രാത്ത് 8 ബജെ അപ്പു ആയ, രാത്രി 8 മണിയാവുന്ന സമയത്ത് അവൻ്റെ ഒരു ഫ്രണ്ട് അപ്പു വന്നു അവിടെ. ഹാത്ത് പാവ് ഹിലാക്കർ ഉസ്നെ പൂരി ബാത് കേ സുനായി, അപ്പോൾ ഹാത്ത് പാവ് ഹിലാക്കർ കയ്യും കാലും ഒക്കെ അങ്ങനെയൊക്കെ ആട്ടി ഇളക്കി അവൻ മുഴുവനും കഥകൾ പറഞ്ഞ് നാഗരാജൻ കാ ആൽബം ഖോഗ്യ, നീ കേട്ടു ഒരു കാര്യം, നാഗരാജൻ്റെ ആൽബം നഷ്ടപ്പെട്ടു പോയി, മിസ്സിംഗ് ആണ്. ഹം ദോനോ ഷെഹർ ഗയേ ഹുയേ തെ, ഞങ്ങൾ രണ്ടുപേരും ടൗണിലേക്ക് പോയതായിരുന്നു. ലോട്ട് കർ ദേക്കാത്തോ ആൽബം ഗായബ്, തിരിച്ചു വന്ന് നോക്കിയ സമയത്ത് ആൽബം അപ്രത്യക്ഷമായിരിക്കുന്നു. ഗായബ് അപ്രത്യക്ഷം, ഡിസപ്പിയർ. രാജപ്പ ചുപ്പ് രഹ, രാജപ്പ മിണ്ടാതിരുന്നു അവിടെ. ഉസ്നെ അപ്പൂക്കോ കിസി തര ടാല, അവൻ അപ്പൂനെ എങ്ങനെയൊക്കെയോ അവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിർത്തി. ഉസ്കെ ജാത്തെ ഹി ഉസ്നെ ഝട്ട് കമറേക്ക് ദർവാജ ഭിടാലിയ, അപ്പു പോയതിൻ്റെ ശേഷം എന്തായി, വേഗം അവൻ്റെ റൂമിൻ്റെ വാതിലിനെ ഭിടാലിയ പറഞ്ഞ അങ്ങോട്ട് അടച്ചു, ചാരി. ഓർ അൽമാരിക്ക് പീച്ചെ സെ ആൽബം നിക്കാൽ കർ ദേക്ക, അൽമാരിയുടെ ബാക്കിൽ നിന്ന് അവൻ ആൽബം എടുത്ത് നോക്കി. ഫിർ ചിപ്പാ ദിയ, അതിനെ പിന്നെ ഒളിപ്പിച്ചു വെച്ചു. ഡർ താ കഹീ കൊയ് ദേഖ്ന ലേ, അവന് പേടിയായിരുന്നു ആരെങ്കിലും കണ്ടാലോ എന്ന്. രാത് മേ ഖാന നഹി ഖായ, രാത്രി ഭക്ഷണം കഴിച്ചില്ല. പേറ്റ് ജैसे ഭരാ ഹുവാ താ, വയറ് എങ്ങനെ നിറഞ്ഞ പോലെ തോന്നുന്നുണ്ടായിരുന്നു. സാരാ ഘർ ചിന്തിത് ഹോ ഗയ, വീട്ടിലെല്ലാവരും വിഷമിക്കാൻ തുടങ്ങി. ഉസ്കാ ചെഹറ ഭയാനക് ഹോ ഗയാ താ, അവൻ്റെ മുഖം ഭയാനകമായി, എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു, കാരണം പേടി കൊണ്ട്. പേടിച്ചാൽ എങ്ങനെ ഉണ്ടാവും മുഖം, അതുപോലെ. രാത്ത് ഉസ്നെ സോനെ കോശിഷ് കി പർ നീന്ത് നഹി ആയി, രാത്രി അവൻ ഉറങ്ങാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, പക്ഷെങ്കിൽ അവന് ഉറക്കം വന്നില്ല. ആൽബം സിർഹാനെ തക്കിയയ്ക്ക് നീച്ചെ റഖ് കർ സോ ഗയ, ആൽബത്തിന് സിർഹാനെ തക്കിയെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തല വയ്ക്കണ പില്ലോ, തക്കിയ എന്ന് പറഞ്ഞാൽ പില്ലോ, ആ പില്ലോൻ്റെ നീച്ചെ അതിൻ്റെ താഴെ വെച്ചിട്ട് ഉറങ്ങിയവൻ. സുബ അപ്പു ദോബാര ആയ, രാവിലെ ആയപ്പോൾ അപ്പു പിന്നെയും വന്നു, രണ്ടാമത്തെ പ്രാവശ്യം. രാജപ്പ തബ് ബി ബിസ്തർ പർ ബേട്ടാത്ത, ആ സമയത്തും രാജപ്പ ബെഡിൽ തന്നെ ഇരിക്കുമായിരുന്നു. ബിസ്തർ എന്ന് പറഞ്ഞാൽ ബെഡ്. അപ്പു സുബ നാഗരാജൻ കെ ഘർ ഹോക്കർ ആയാ ഥ, അപ്പു രാവിലെ നാഗരാജൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വരുമായിരുന്നു. കൽ തും ഉസ്കെ ഘർ ഗയേ തെ, അപ്പുനെ പൂച്ച, അപ്പോൾ അപ്പു ചോദിച്ചു രാജപ്പയുടെ അടുത്ത്, നീ ഇന്നലെ അവിടെ പോയിരുന്നോ എന്ന് ചോദിച്ചു. രാജപ്പയുടെ അടുത്ത് നാഗരാജൻ്റെ വീട്ടിൽ പോയിരുന്നോ എന്ന് ചോദിച്ചു. രാജപ്പ കി സാസ് ജैसे ऊपर की ऊपर और नीचे की नीचे रह गई, രാജപ്പൻ്റെ ശ്വാസം, സാസ് എന്ന് പറഞ്ഞാൽ ശ്വാസം, മുകളിലും താഴെയും പോലെ പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്നു, മുകളിലും അല്ല താഴെ അല്ലാണ്ട് അങ്ങനെ അവിടെ നിന്നു. ഫിർ സിർ ഹിലാ ദിയ, പിന്നെ എന്നിട്ട് തല ഇങ്ങനെ ആട്ടി. വഹ ജിസ് തര ചാഹെ സോച്ച് ലേ, അവൻ ഇനിയിപ്പോൾ എന്താ വിചാരിച്ചെന്ന് വിചാരിക്കണമെന്ന് വെച്ചാൽ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാമാക്ഷിനെ കഹാ താ കി ഹമാരെ ജാനെ കെ ബാദ് ഖാലി തും വഹാ ആയേ थे, കാമാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയതിന് ശേഷം, ഞങ്ങൾ ടൗണിലേക്ക് പോയതിന് ശേഷം, അതിൻ്റെ അർത്ഥം ഹമാരെ ജാനെ കെ ബാദ്, ഞങ്ങളുടെ പോയതിന് ശേഷം ഖാലി തും വഹാ ആയേ थे, നീ മാത്രമാണ് അവിടെ വന്നിരുന്നത് എന്ന്. അപ്പു പറഞ്ഞു അങ്ങനെ. രാജപ്പക്കോ സമസ്തേ ദേർ നഹി ലഗി കി അബ് സബ് ഉസ് പർ ശക് കർനെ ലഗേ ഹെ, രാജപ്പയ്ക്ക് അത് മനസ്സിലാക്കാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി എല്ലാവരും ഇവൻ്റെ മേലെ ഡൗട്ട് വയ്ക്കാൻ തുടങ്ങും, ഇവനെ സംശയിക്കാൻ തുടങ്ങും രാജപ്പനെന്ന്. കൽ രാത് സെ നാഗരാജൻ ലഗാത്താർ റോയെ ജാ രഹാ ഹെ, ഇന്നലെ രാത്രി തുടങ്ങി നാഗരാജൻ ലഗാത്താർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉസ്കെ പാപ്പ ഷായദ് പുലീസ് കോ ഖബർ ദേ, അവൻ്റെ അച്ഛൻ ചിലപ്പോൾ പോലീസിന് ഇത് ഇൻഫർമേഷൻ കൊടുക്കുന്ന തോന്നുന്നത്.
അപ്പു ने फिर कहा അപ്പു പിന്നെയും പറഞ്ഞു. രാജപ്പ फिर भी चुप रहा. രാജപ്പ അപ്പോഴും മിണ്ടാതിരുന്നു. उसके पापा DSP के दफ्तर में ही तो काम करते हैं. അപ്പോൾ രാജപ്പയുടെ അടുത്ത് പറയുകയാണ്. ആരാ പറയുന്നത്? അപ്പു. ഉസ്കെ പാപ്പ ആരുടെ അച്ഛൻ? നാഗരാജൻ്റെ അച്ഛൻ DSPയുടെ ഓഫീസിൽ തന്നെയാണ്. ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബസ് വഹ പലക് ജപക് ദേ ഓർ പോലീസ് കി ഫൗജ് ഹാജിർ. പലക്ക് ജപ്പന എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് പലക്ക് ജപ്പന കണ്ണടച്ച് തുറക്കുക. ആ നേരം കൊണ്ട് പോലീസ് കി ഫൗജ് ഹാജിർ, പോലീസിൻ്റെ സൈന്യം, ഫൗജ് എന്ന് പറഞ്ഞാൽ സൈന്യം, ഹാജിർ പ്രസൻറ്റ് ആവും. അപ്പു ജേസെ ആഗ് മേ ഘീ ഡാൽ റഹാത്ത. ആഗ് മേ ഘീ ഡാൽന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീയിൽ നെയ്യ് ഒഴിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു മുഹാവരയാണ് കേട്ടോ, അതൊരു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇനിയും കൂടി കൂട്ടുക. പറഞ്ഞാൽ ജിസ്കോ ക്രോധ് ഹെ ഉസ്കോ ഓർ ബടാന ഓർ ഭടുക്കാന എന്ന് പറയാം. ഇനിയും കൂട്ടുക, സിറ്റുവേഷൻ ഇനിയും വേർസ്റ്റ് ആക്കുക അതിൻ്റെ അർത്ഥം കേട്ടോ. ആരെങ്കിലും ഇപ്പോൾ ഒരാളെ പറ്റി എന്തെങ്കിലും വഴക്ക് പറയുക എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇനിയും ശരിയാ ഇവൻ അതും ചെയ്തു ഇതും ചെയ്തു എന്ന് പറയുമ്പോൾ ഇനിയും കൂടി പോവില്ലേ, അങ്ങനെ ആഗമേ ഗീഡാലെന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ഇനിയും കൂടി വേർസ്റ്റ് ആക്കുക. അപ്പോൾ അപ്പു ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. यह तो भला हुआ कि അപ്പു का भाई उसे ढूंढता हुआ आ गया. ഇത് നന്നായി എന്തായാലും. ഭലാ ഹുവ പറഞ്ഞാൽ നന്നായി. അപ്പു ക ഭായ്, അപ്പുവിൻ്റെ ബ്രദർ, ഉസെ ढूंढता हुआ അവനെ തെരഞ്ഞുകൊണ്ട്, ढूंढനെന്ന് പറഞ്ഞാൽ തെരഞ്ഞുകൊണ്ട് അവിടെ വന്നു. ഓർ അപ്പു ചൽത്താ ബന, അങ്ങനെ അപ്പു അവിടെ നിന്ന് സ്ഥലം വിട്ടു. രാജപ്പാക്കെ പാപ്പ ദഫ്തർ ചലേ ഗയേ തെ, രാജപ്പയുടെ അച്ഛൻ ഓഫീസിലേക്ക് പോയി. ബഹർ കാ കിവാഡ് ബന്ദ് താ, വെളിയിലത്തെ ഡോറ്, കിവാഡ് എന്ന് പറഞ്ഞാൽ ഡോറ് ക്ലോസ് ആയിരുന്നു, അടച്ചിട്ടുണ്ടായിരുന്നു. രാജപ്പ അഭി തക് ബിസ്തർ പർ ബൈഠാ ഹുവാ താ, രാജപ്പ ഇപ്പോഴും ആ ബെഡിൽ തന്നെ ഇരിക്കുമായിരുന്നു. ആധാ ഘണ്ട ഗുസർ ഗയ, അരമണിക്കൂർ കഴിഞ്ഞു അങ്ങനെ. ഓർ വഹ ഉസി തറ ബൈഠാ രഹ, അവൻ അതേപോലെ തന്നെ അവിടെ ഇരിക്കുമായിരുന്നു. തബി ബാഹർ കി സാക്കൽ ഖട്കി, സാക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാതിലിൻ്റെ കുറ്റി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ അപ്പം തന്നെയാണ് വെളിയിൽ നിന്ന് ആ കുറ്റി ഖട്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശബ്ദിച്ചു. നോക്ക് എന്ന് പറയില്ലേ, നോക്കിങ്ങിൻ്റെ ശബ്ദിച്ചു. പോലീസ്, രാജപ്പ ബുദ്ബുദായ. അപ്പോൾ പോലീസ് രാജപ്പ പതുക്കെ പറഞ്ഞു. ബുദ്ബുദായ എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിൽ പറയുക. ബഡബഡായ എന്നൊക്കെ ഇതിൻ്റെ മുമ്പ് വന്നില്ലേ, സെയിം മീനിങ് ആട്ടോ. ബുദ്ബുദാന ബഡബഡാന എന്നൊക്കെ പറഞ്ഞാൽ ധീരേസ കഹന, പതുക്കെ പറയുക, പിറുവിറുക്കുക എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ്. പീത്തർ സാങ്കൽ ലഗീതി, അകത്തുനിന്നും കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു വാതിലിൻ്റെ. ദർവാജ ഖട്ടക്നേക്ക് ആവാസ് തേജ് ഹോ ഗയി, വാതിലിൻ്റെ നോക്കിങ്ങിൻ്റെ ശബ്ദം ഇനിയും കൂടി വന്നു. രാജപ്പ ने तकिए के नीचे से ആൽബം ഉഠായ ഓർ ഊപ്പർ ഭാഗ, രാജപ്പ പില്ലോൻ്റെ താഴേന്ന് ആൽബം എടുത്തു, എന്നിട്ട് മുകളിലേക്ക് ഓടിപ്പോയി. അൽമാരിക്ക് പീച്ചെ ചിപ്പാതെ നഹി, അൽമാരിയുടെ പിന്നാലെ ഒളിപ്പിച്ചു വെച്ചാലോ എന്ന് വിചാരിച്ചു. നഹി, പിന്നെ വിചാരിച്ചു വേണ്ട. പോലീസിനെ അഗർ തലാഷി ലീ തോ പക്കട് ജായക, തലാഷി ലേനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരഞ്ഞു കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങാനും പോലീസ് അത് തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടും. ആൽബം കോ കമ്മീസ് കെ നീച്ചെ ചിപ്പാക്കർ വഹ നീച്ചെ ആ ഗയ, ആ ആൽബത്തിന് അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കമ്മീസ് അതിൻ്റെ താഴെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവൻ താഴെ വന്നു. ബാഹർ കാ ദർവാജ അബ്ബി ബജ് റഹാ താ, വെളിയിൽ നിന്ന് ഡോറ് ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ ആരോ നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കോൺ ഹേ, ആരാണ്? അരെ ദർവാജ ക്യൂ നഹി ഖോൽത്താ ഹെ, അമ്മ ഭീത്തർ സെ ചില്ലായി. അരെ വാതിൽ എന്തുകൊണ്ടാണ് തുറക്കാത്തത് എന്ന് അമ്മ അകത്തുനിന്ന് നിലവിളിച്ചു. തോടി ദേർ ഓർ ഹുയി തോ അമ്മ കുതുഹി ഉട്ട്കർ ചലിയായി, കുറച്ച് നേരം കൂടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അമ്മ തന്നെ വന്ന് വാതിൽ തുറക്കുമായിരുന്നു. രാജപ്പ പിച്ചുവാടേക്ക് ഓർ ഭാഗ, രാജപ്പ ബാക്ക് സൈഡിലേക്ക് പോയി. പിച്ചുവാട എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഓടിപ്പോയി. ജൽദി സെ ബാത്റൂം മേ ഘുസ്കർ ദർവാജ ബന്ദ് കർ ലിയ, വേഗം ബാത്റൂമിനകത്ത് പോയി വാതിലടച്ചു. അമ്മ ने अंगीठी पर गरम पानी की देगची चढ़ा रखी थी, അമ്മ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അങ്കീട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പ് കേട്ടോ, നമ്മൾ വിറകൊക്കെ ഇട്ടിട്ട് അടുപ്പ് കൂട്ടില്ലേ അത്. ദേഗ്ചി എന്ന് പറഞ്ഞാൽ ഒരു പാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മ അടുപ്പത്ത് ചൂടാക്കാൻ വെള്ളം ആക്കിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഉസ്നെ ആൽബം കോ അൺഗീട്ടി മേ ഡാൽ ദിയ, അവൻ ആ ആൽബത്തിനെ എന്താ ചെയ്തത്? ആ അടുപ്പിലേക്ക് ഇട്ടു. അപ്പോൾ അതിൽ തീ കത്തിയല്ലേ, അതിലേക്ക് അവൻ ഇട്ടു. ആൽബം ജലനെ ലഗ, ആൽബം കത്താൻ തുടങ്ങി. കിത്തനെ പ്യാരെ ടിക്കറ്റ് थे, അതിൽ എത്രത്തോളം നല്ല സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു അല്ലേ. രാജപ്പാക്കി ആങ്കോ മേ ആസു ആകെ, അവൻ്റെ കണ്ണിൽ വെള്ളം വന്നു. ആസു എന്ന് പറഞ്ഞാൽ ടിയേഴ്സ്.
അവൻ്റെ കണ്ണിൽ വെള്ളം വന്നു. തബി അമ്മാക്കി ആവാജായി. അപ്പോഴാണ് അമ്മയുടെ ശബ്ദം കേട്ടത്. ജൽദി സെ ആത്തോ നഹാക്കർ, വേഗം വാ കുളിച്ചിട്ട്. നാഗരാജൻ തുജെ ഢൂണ്ട്താ ഹുവ ആയാ ഹെ, നാഗരാജൻ നിന്നെ തെരഞ്ഞിവിടെ വന്നിട്ടുണ്ട്. രാജപ്പാനെ നിക്കർ ഉതാർദി ഓർ ഗീല തോലിയ ലപേട്കർ ബഹാർ ആയ. രാജപ്പ എന്താ ചെയ്തത്? നിക്കർ അഴിച്ചിട്ട് നനഞ്ഞ ഒരു ടവല്, ഗീല എന്ന് പറഞ്ഞാൽ നനഞ്ഞ, തോലിയ എന്ന് പറഞ്ഞാൽ ടവല് ചുറ്റിയിട്ട്, ലപേട്കർ എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റിയിട്ട് വെളിയിലേക്ക് വന്നു. കപ്പടെ ബദൽക്കർ വഹ ഊപ്പർ ഗയ. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവൻ മുകളിലേക്ക് പോയി. നാഗരാജൻ കുർസി പർ ബൈഠാ ഹുവാ താ, നാഗരാജൻ അവിടെ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസേ ദേഖ്തേ ഹി ബോല മേരാ ആൽബം ഖോ ഗയാ ഹേ യാർ. അപ്പോൾ ഇവനെ കണ്ടതും പറഞ്ഞു, രാജപ്പനെ കണ്ടതും പറഞ്ഞു, എൻ്റെ ആൽബം മിസ്സായി പോയി യാർ. യാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പറയില്ലേ, അതിനാണ് യാർ എന്ന് പറയുക. എൻ്റെ ആൽബം മിസ്സായി, അത് പോയി. ഉസ്കാ ചെഹറ ഉത്രാ ഹുവാത്ത, അവൻ്റെ മുഖമൊക്കെ ഭയങ്കര ഡള്ളായിരുന്നു. ഉത്രാ ഹുവാത്ത പറഞ്ഞാൽ ഭയങ്കര ഡള്ളായിരുന്നു. കാഫി റോക്കർ ആയാത്ത ഷായത്ത്, കുറേ കരഞ്ഞിട്ട് വന്നതുപോലെ തന്നെ ഉണ്ട് കാണാൻ. കഹാ റഖാത്ത തുമ്നെ, രാജപ്പനെ പൂച്ച, എവിടെയായിരുന്നു നീ വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന് രാജപ്പ ചോദിച്ചു. ഷായദ് ദറാജ് മേ, ഒരു പക്ഷേ ഡ്രോയറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഷെഹർ സെ ലൗട്ടാത്തു ഗായബ്, ടൗണിൽ പോയിട്ട് വന്നതിന് ശേഷം നോക്കിയപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു, കാണാനില്ല. നാഗരാജൻ കി ആംഖോ മേ ആസു ആ ഗയെ, നാഗരാജൻ്റെ കണ്ണിൽ വെള്ളം വന്നു. രാജപ്പ സെ ചെഹറ ബച്ചാക്കർ ഉസ്നെ ആങ്കെ പോച്ചലി, രാജപ്പ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം അങ്ങനെ മാറ്റിയിട്ട്, ചെഹറ ബച്ചാക്കർ എന്ന് പറഞ്ഞാൽ മുഖം ഇങ്ങനെ അങ്ങോട്ട് ആക്കിയില്ലേ, നമ്മളിങ്ങനെ ആക്കിയിട്ട് കണ്ണിൽ വെള്ളമൊക്കെ തുടച്ചു. റോ മത്തിയാർ, കരയണ്ട. രാജപ്പാനെ ഉസേ പുച്കാര, രാജപ്പ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. പുച്കാരന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഊന്നൊക്കെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയിട്ട് സ്നേഹത്തോടെ പറയില്ലേ, അതിനാണ് പറയുക പുച്കാരന. ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞു. ഫഫക് ഫഫക്കർ റോദിയ, അവൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ. രാജപ്പ झट नीचे उतरकर गया, രാജപ്പ വേഗം താഴെ ഇറങ്ങിപ്പോയി. 1 മിനിറ്റ് में वह ऊपर नागराजन के सामने था, 1 മിനിറ്റിൽ നാഗരാജൻ്റെ അടുത്ത് പിന്നെ തിരിച്ചു വന്നു അവൻ. ഉസ്കെ ഹാത്ത് മേ ഉസ്കാ അപ്പന ആൽബം താ, രാജപ്പയുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? അവൻ ഉണ്ടാക്കിയ ആൽബം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ലോ യഹ രഹ മേരാ ആൽബം, അപ്പോൾ രാജപ്പ എന്താ പറഞ്ഞത്? ഇതെടുത്തോ, ഇതാണ് എൻ്റെ ആൽബം. അബ് ഇസേ തും റഖ് ലോ, ഇനി നീ ഇത് വെച്ചോ. ऐसे क्यों देख रहे हो, ഇങ്ങനെ എന്തിനാ നോക്കുന്നത്? മസാഖ് നഹി കർ റഹ, ഇങ്ങനെ എന്തിനാ നോക്കുന്നത്? ഞാൻ തമാശ പറയല്ല. മസാഖ് നഹി കർ റഹ, മസാഖ് എന്ന് പറഞ്ഞാൽ തമാശ. സച്ച് കഹത്താ ഹൂँ, ഞാൻ സത്യം പറയാണ്. ഇസേ അബ് തും റഖ് ലോ, ഇതിനെ നീ വെച്ചോ ഇനി ഇത്. ബെഹലാ രഹേ ഹോ യാർ, ബെഹലാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, നീ എന്താ അങ്ങനെ വെറുതെ എൻ്റർടൈൻ ചെയ്യുകയാണോ അത്? നാഗരാജൻ കോ ജैसे യക്കീൻ നഹി ആയ, അപ്പം നാഗരാജനാണ് അങ്ങനെ ചോദിച്ചത്. എന്താ വെച്ചാൽ നാഗരാജന് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. യക്കീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. നഹി യാർ, അല്ലാടാ. സച്ചുമുച്ച് തുംകോ ദേ രഹാ ഹൂँ റഖ് ലോ, സത്യത്തിൽ നിനക്ക് തരിക ഞാൻ, ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് രാജപ്പ കൊടുത്തു. രാജപ്പ ബല അപ്പന ആൽബം ഉസെ ദേ ദേ, രാജപ്പ അവൻ്റെ ആൽബം ഇവന് കൊടുക്കുക. കേസെ ചമത്കാർ ഹെ, അതെന്തൊരു മിറാക്കിളാണ്. ചമത്കാർ പറഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്. കാരണം അവൻ അങ്ങനെ കൊടുക്കാനുള്ള സാധ്യത ഇല്ലല്ലോ, അവന് ഇഷ്ടമല്ലേ അത്. നാഗരാജൻ കോ അബ് ഭി യക്കീൻ നഹി ആ രഹാ താ, നാഗരാജന് ഇപ്പോഴും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. പർ രാജപ്പ അപ്നി ബാത്ത് ബാർ ബാർ ദോഹരാ രഹാ താ, എന്നാൽ രാജപ്പ പറഞ്ഞ തന്നെ പിന്നെയും പറയുന്നുണ്ടായിരുന്നു. ബാർ ബാർ ദോഹരാന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ തന്നെ പിന്നെയും പറയുക. ഉസ്കാ ഗല ഭർ ആയാത്ത, അവൻ്റെ തൊണ്ട നിറഞ്ഞുപോയി. അതിൻ്റെ അർത്ഥം എന്താണ്? ഗല ഭറാന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവാസ് ന നിക്കൽന, ആവാസ് നഹി നിക്കൽന പറഞ്ഞാൽ അവൻ്റെ ശബ്ദം വരുന്നുണ്ടായിരുന്നില്ല. ठीक है मैं इसे रख लेता हूँ पर तुम क्या करोगी, അപ്പം നാഗരാജൻ പറഞ്ഞു, ശരി ഞാൻ ഇതിനെ എൻ്റെ അടുത്ത് വെക്കാം, ഞാൻ എടുക്കാം. पर तुम क्या करोगे, പക്ഷെ നീ എന്ത് ചെയ്യും? മുझे नहीं चाहिए, അപ്പോൾ രാജപ്പ പറഞ്ഞു എനിക്ക് വേണ്ട. ക്യോ തുമേ ഏക് ബി ടിക്കറ്റ് नहीं चाहिए, നിനക്ക് ഇതിൽ നിന്ന് ഒരു സ്റ്റാമ്പും വേണ്ടേ എന്ന് ചോദിച്ചു. നഹി, അപ്പോൾ രാജപ്പ പറഞ്ഞു വേണ്ട. पर तुम कैसे रहोगे बगैर किसी टिकट के, പക്ഷേ ഒരു സ്റ്റാമ്പും കൂടി എടുക്കാതെ എങ്ങനെ ഇരിക്കും നീ എന്ന് പറഞ്ഞു. റോത്ത ക്യൂ ഹേ യാർ, എന്തിനാ കരയണത്? ലേ ഇസ് ആൽബം കോ തൂ ഹി റഖ് ലേ, അപ്പം നാഗരാജൻ എന്താ പറഞ്ഞത്? ഈ ആൽബത്തിനെ നീ തന്നെ വെച്ചോ. ഇത്തിനി മെഹനത് കീ ഹേ തൂനെ, നീ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നാഗരാജൻ പറഞ്ഞു. നഹി തും റഖ് ലോ, ഇല്ല നീ വെച്ചോ എന്ന് രാജപ്പ പറഞ്ഞു. ലേക്കർ ചലേ ജാओ, ഇതെടുത്തോണ്ട് പോ നീയെ. ജാओ ചലേ ജാओ, കൊണ്ടുവെക്കോ. യഹാസെ, ഇവിടുന്ന് പോ. വഹ ചീക്ക ഓർ ഫൂട്ട് കർ റോദിയ, ചീക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിളിക്കുക, ഒച്ച വയ്ക്കുക. അവൻ നിലവിളിച്ച് പറഞ്ഞു ഇവിടുന്ന് പോകുന്നു.
और फूट फूट कर रोया. പിന്നെ കുറേ കരയാൻ തുടങ്ങി അവൻ. നാഗരാജൻ കി സമജ് മേ കുച്ച് നഹി ആയ. നാഗരാജന് ഒന്നും മനസ്സിലായില്ല. കൊടുക്കണുണ്ട് എന്നാൽ കരയണുണ്ട്, ഷൗട്ട് ചെയ്യണുണ്ട്. അപ്പോൾ നാഗരാജനൊന്നും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. വഹ ആൽബം ലേക്കർ നീച്ചെ ഉത്തർ ഗയ. അവൻ ആൽബം എന്തായാലും കയ്യിലെടുത്ത് താഴേക്ക് ഇറങ്ങി വന്നു. കമീസ് സെ ആങ്കെ പോച്ച്താ ഹുവ രാജപ്പ ബി നീച്ചെ ഉത്തർ ആയ. അവൻ്റെ ഷർട്ട് കൊണ്ട് കണ്ണുകളൊക്കെ തുടച്ചിട്ട് രാജപ്പയും കൂടെ താഴേക്ക് ഇറങ്ങി വന്നു. ദോനോ സാത്ത് സാത്ത് ദർവാജെ തക് ആയെ. രണ്ടുപേരും ഒരുമിച്ച് വാതിൽ വരെ വന്നു. ബഹുത് ബഹുത് ധന്യവാദ്, മേ ഘർ ചലൂ. വളരെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു നാഗരാജൻ. നാഗരാജൻ സീഡിയാ ഉത്തർനെ ലഗ. നാഗരാജ് സ്റ്റെപ്പുകൾ ഇറങ്ങാൻ തുടങ്ങി. സുനോ രാജു, രാജപ്പാനെ പുക്കാറ. അപ്പം രാജപ്പൻ വിളിച്ചു. കേക്ക് രാജു എന്ന് പറഞ്ഞ് വിളിച്ചു. നാഗരാജനെ ഉസെ പലട്കർ ദേക്ക. നാഗരാജൻ അവനെ തിരിഞ്ഞു നോക്കി. പലട്കർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കി. ആൽബം ദേദോ. ആൽബം തന്നേക്കൂ. മേ ആജ് രാത്ത് ജി ഭർക്കർ ഇസെ ദേഖ്ന ചാത്ത ഹൂ. ഞാൻ ഇന്ന് രാത്രി ഈ ആൽബത്തിനെ ജി ഭർക്കർ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ കാണാൻ ആഗ്രഹിക്കുന്നു, നോക്കാൻ ആഗ്രഹിക്കുന്നു. ദേഖ്ന ചാത്ത ഹൂ. കൽ സുബ തുമേ ദേ ജാവുങ്ക. നാളെ രാവിലെ നിനക്ക് തന്നിട്ട് പോകാം ഞാനിത്. ടീക്ക് ഹെ. ശരി എന്ന് പറഞ്ഞ് നാഗരാജനെ ഉസെ ആൽബം ലോട്ടാതി. നാഗരാജൻ അവൻ്റെ ആൽബം തിരിച്ചു കൊടുത്തു. ഓർ ചലാഗ്യ. പിന്നെ അവിടെ നിന്ന് പോയി അവൻ. രാജപ്പ ഊപ്പറായ. രാജപ്പ മുകളിലേക്ക് വന്നു. ഉസ്നെ ദർവാജ ബന്ദ് കർ ലിയ. അവൻ വാതിലടച്ചു. ഓർ ആൽബം കോ ചാത്തി സെ ലഗാക്കർ ഫൂട്ട് ഫൂട്ട് കർ റോ ദിയ. വാതിലടച്ചു. എന്നിട്ട് ചാത്തി സെ ലഗാക്കർ പറഞ്ഞാൽ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച്, ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഫൂട്ട് ഫൂട്ട് കർ റോ ദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഥ.